ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓർക്കിഡിൻ്റെ ബേബി പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലായ മൈ പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ എൻ്റെ ചെടിയും പൂക്കളും മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മാസം ഫസ്റ്റിൽ കുറച്ച് ബേബി പ്ലാന്റുകൾ കൊടുത്തിരുന്നു. ഓർക്കിഡ് ഡെൻഡ്രോബിയത്തിൻ്റെ അത് ഒരു ചേച്ചി പ്ലാന്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പ്ലാന്റ് ഇലകളൊക്കെ കൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. പലർക്കും പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരെണ്ണം ചെയ്തു വെച്ചാൽ അറിയാത്തവർക്ക് ഉപകാരമായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനതിന് വേണ്ടി പോട്ട് ചെയ്യാൻ വേണ്ടി ഇത് ചെറിയ ബേബി പ്ലാന്റ് ആണല്ലോ, അപ്പോൾ ഇത്രയും ഉള്ളൊരു പോട്ട് മതി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ 2 ബേബി പ്ലാന്റ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടുള്ളൂ എൻ്റെ കയ്യിൽ ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ ഇതാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പോട്ട് ചെയ്യണം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറിയ പോട്ടാകുമ്പോൾ ചെറിയ കരിക്കഷ്ണങ്ങൾ ഇടുന്നതായിരിക്കട്ടെ എപ്പോഴും നല്ലത്. ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലാന്റ് ഇങ്ങനെ വയ്ക്കാം. ഈ കരിയിൽ ഇങ്ങനെ വയ്ക്കാം. താഴെ നമുക്കിങ്ങനെ കുത്തി വെച്ച് കൊടുക്കരുത്, ഇങ്ങനെ വെക്കണം, പൊക്കി വെക്കണം. അതായത് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിനൊപ്പം ഇങ്ങനെ നിൽക്കണം, അങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വേരിൽ അത് തട്ടി അവിടെ നിന്നോളൂ. ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കരി ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഈ കരിനെ നമ്മൾ കൈ കൊണ്ട് അമർത്താൻ ശ്രമിക്കരുത്. അങ്ങനെ അമർത്തുമ്പോൾ ഈ വേരുകളിൽ തട്ടിയത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചകിരിയുടെ നാര് ചകിരിയുടെ നാര് ഇതിങ്ങനെ നീളത്തിലാക്കിയെടുത്തിട്ട് ഈ പ്ലാന്റിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ചകിരിയുടെ നാരിൽ പിടിച്ച് നമുക്ക് അമർത്താം പതുക്കെ. പിന്നെ കുറച്ചുകൂടി ഒന്നും കൂടി ടൈറ്റാകാൻ വേണ്ടി ഒരു ലെയറും കൂടി ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ 2 കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഇവിടെ സേഫായി നിന്നോളൂ. ഇത്രയേ ഉള്ളൂ ഇതിന് പണി കേട്ടോ. ഇത് പോട്ട് ചെയ്യാൻ ഞാൻ ചകിരിയും കരിയും വെച്ച് പോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചിലർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ചകിരിയും കരിയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് വെച്ചിടുക. അപ്പോൾ പ്ലാന്റ് ആടും. ഇങ്ങനെ ആകുമ്പോൾ പ്ലാന്റ് ആടില്ല, ഇങ്ങനെ ഇരുന്നോളൂ. ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അങ്ങനെ കുറച്ച് ചകിരിയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഗ്യാപ്പുള്ള സ്ഥലത്ത് കുറച്ചുകൂടി വെച്ച് ടൈറ്റ് ചെയ്യാം നമുക്കിങ്ങനെ. പിന്നെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ നിന്നോളും, നമ്മളൊന്നും ചെയ്യണ്ട, പിന്നെ നിന്നോളും. നമുക്കിത് കൊണ്ടുപോയി മഴയത്ത് വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലെ പ്ലാന്റ് മാത്രം ഇട്ടാൽ. നിങ്ങൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ഇത്തരം ബേബി പ്ലാന്റ് ഇങ്ങനെ പോട്ട് ഇങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. എന്നിട്ട് നേരിട്ട് കൊണ്ട് വെയിലത്തും മഴയത്തും വെക്കരുത്. അവർ ഷെയ്ഡിനുള്ളിലൊക്കെ നിന്ന് വളർന്നതാണ്, അപ്പോൾ അവർക്ക് ഷെയ്ഡ് കൊടുക്കണം. പക്ഷേ ഈ പ്ലാന്റിനൊന്നും കൊടുക്കണ്ട. ഇത് ഞാൻ മഴയത്തൊന്നും എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ്. ഇത് ഞാൻ നേരിട്ട് അവിടെ തന്നെ കൊണ്ട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ സേഫായി ഉണ്ടോ. നമുക്ക് കമഴ്ത്തി വേണമെങ്കിലും പിടിക്കാം, ഒരു കുഴപ്പമില്ല, അത് വീഴില്ല, അവിടെ ഇരുന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഒരു പ്ലാന്റ് നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ള സമയം. ഇത്രേ വേണ്ടൂ, ഇത്രയേ ഉള്ളൂ ഇതിലത്തെ പണി. പിന്നെ കുറച്ചുകൂടി പിന്നെ ഞാൻ പറയാനല്ലേ, ചെറിയ പ്ലാന്റുകൾക്ക് ചെറിയ പോട്ട് കൊടുക്കുക എപ്പോഴും. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇത് ഈ പോട്ടിനൊക്കെയാണ്, ഈ ചെടിക്കൊക്കെയാണ് കുറച്ചും കൂടി വലിയ പോട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ പോട്ടിലാണ് ഇത് ആദ്യം പോട്ട് ചെയ്തത്. ഇതിനകത്ത് നോക്കിയേ, വേരൊക്കെ ഇറങ്ങി ഇതിനൊരു സ്പൈക്കും വന്നിട്ടുണ്ട് കണ്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു മഞ്ഞ ചെടിയുടെ കിക്കീസ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇത് പറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഇതൊക്കെ വേര് ഇവിടെയൊക്കെ ശരിക്കും പിടിച്ച് ചട്ടിയമേൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചെടി ഇനി അടുത്ത ഒരു കൊമ്പ് വരുമ്പോൾ ഹാങ് ചെയ്തിട്ട് അത് നിൽക്കുമെങ്കിലും കൂടി ഇത് ചിലപ്പോൾ മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി വലിയ ചട്ടി എടുക്കാം. ഏകദേശം ഈ ചട്ടി പോരാതെ വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇത് പോരാ, ഇത് കുറച്ചും കൂടി വലിയൊരു ചട്ടി എടുത്തിട്ട് ഈ ചെടീനെ അങ്ങനെ തന്നെ നേരെ ഇറക്കി വെച്ച് കൊടുക്കുക. വലിയ പോട്ടില്ല എൻ്റെ കയ്യിലല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നെ. ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്നും ഊരാൻ നിൽക്കണ്ട. ഊരി നമ്മൾ ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് കുറയും. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി വലിയൊരു പോട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ചെടിയെ നേരെ ഇറക്കി കൊടുക്കുക.
വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ, ആ സ്ഥലത്തിനുള്ളിൽ കരിക്കട്ട ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചൈനാര് വയ്ക്കണ്ട. അപ്പോൾ കരിക്കട്ട മാത്രം ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ ഈ ചെടി ഈ നിൽക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തിൽ വരും. അപ്പോൾ അവർക്ക് ഈ വേരുകൾക്കൊക്കെ നിൽക്കാനൊരു മീഡിയം കിട്ടിയല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ അവർ കയറി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അവർ വേഗം വലിച്ചെടുക്കും. ഇപ്പോൾ ഇതുപോലെ കടിച്ചു കൊടുത്താൽ താഴേക്ക് കൂർന്ന് പോകും, കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ വേറൊരു പോട്ടിൽ വെച്ചിട്ടാകുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് അവർ വലിച്ചെടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പോട്ടില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്ത. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത് തന്നെ മറ്റൊരു പ്ലാന്റാണ് ഇത്. ഇതുമേലും ഉണ്ട്. കണ്ടോ, കിക്കീസ് എന്നൊക്കെ കാണണ്ട. അല്ല, ഒരു ഫ്ലവറിൻ്റെ ഇത് തന്നെയാണ് കണ്ടോ. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി വലുതാകുമ്പോൾ നമ്മൾ പോട്ട് ഇതിങ്ങനെ തന്നെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെയൊക്കെ റൂട്ടുകളുണ്ടോ നടക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന വളരെ ചുരുക്കം പേരുള്ളൂ എന്ന് എനിക്കറിയാം. അവർക്കെല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട്. അവർ ലൈക്ക് ചെയ്യാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് വളരെ കുറച്ച് പേരിലേക്ക് മാത്രമേ എൻ്റെ വീഡിയോ എത്തണുള്ളൂ. കാരണം ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ, എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എൻ്റെ ഫോണിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അതുതന്നെ ഞാൻ അങ്ങോട്ട് നേരിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വേറെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ളൊരു അറിവും എനിക്കിതിനെക്കുറിച്ചില്ല. അപ്പോൾ എൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ, എൻ്റെ വീഡിയോയ്ക്കുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളൊക്കെ നിങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക. എന്നിട്ട് എനിക്ക് എൻ്റെ വീഡിയോകൾ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കുക. ഞാനിത് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയല്ല. എൻ്റെ ചെടികൾ കുറച്ചുകൂടി മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യൂട്യൂബിലൊരു വരുമാനം ഞാൻ ഉദ്ദേശിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ എൻ്റെ ചെടികൾ കുറച്ചുകൂടി വിറ്റ് പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. അതിന് നിങ്ങൾ ഒന്ന് എന്നെ സഹായിക്കാം. ഇങ്ങനെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും എന്നൊന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി, ബൈ.